ഫ്ലൈയിങ് ഫിഷിംഗ് തളികയുടെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ചോറും മിക്സ് ചെയ്ത് നമ്മുടെ പിലാപ്പിക്കുട്ടന്മാരെ പിടിക്കാൻ ഇതാ നമ്മുടെ കുളത്തിന്റെ വെക്കത്തേക്ക്. ഈ മീനിനെ നമ്മളവിടെ പിലാപ്പി എന്ന് പറയും. അറഞ്ചം പറഞ്ചം മുള്ളാണ്. പക്ഷെ ഫുഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആലോചനയും ഒരു ശ്രദ്ധയില്ലാതെ അടിച്ചു മാറി കഴിച്ചു പോകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാരെ പിടിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് ഒരു സ്പെഷ്യൽ മീനാണ്. ഇപ്പം നാട്ടുമ്പുറങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം ഇതിനെ കാണാതായിട്ടുണ്ട്. കടു എന്ന് വിളിക്കും നമ്മുടെ നാട്ടിൽ. ഇതിൻ്റെ കുത്തെങ്ങാനും കിട്ടിയ കടച്ചിലെടുത്തിട്ട് പൊളയും നമ്മൾ. ഇവന്മാരെ കാണാൻ നല്ല മൊഞ്ചാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കൊഴുപ്പ് ഇവരെ മേലൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ കുളങ്ങളിലുള്ള ബ്രാലായാലും കടുവായാലും എന്ന് വെച്ചാൽ നമുക്ക് അവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊഴുപ്പ് ഇവരെ മേലെപ്പോഴും ഉണ്ടാവും. വെള്ളം കിട്ടിയപ്പോഴുള്ള ഏറ്റങ്ങളെ സന്തോഷം കണ്ടോ. ഇനി നമുക്ക് അടുത്തതൊരു വലിയ ഹണ്ടാണ്. കൂറയുടെ നടുക്കഷ്ണം കൊണ്ട് നല്ല വട്ടത്തിൽ മുറിക്കാൻ പറ്റണ നടുക്കഷ്ണമുള്ള ബ്രാലിനെ പിടിക്കാനാണ് നമ്മൾ അടുത്ത പരിപാടി. ഒരു ക്ലോസപ്പ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെറ്റപ്പ് റെഡിയാക്കി. കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ എന്താണ്, അടിപൊളി ഒരു ബ്രാൻഡിൽ നമുക്കന്ന് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വട്ടത്തിൽ തന്നെ മുറിച്ച് പൊരിക്കാൻ നമ്മൾ പറഞ്ഞ പോലെ വട്ടത്തിൽ തന്നെ മുറിച്ച് പൊരിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിലാണ് നമുക്കന്ന് കിട്ടിയില്ലേ. എന്തൊരു സ്റ്റൈലാണ് ഈ ചെക്കനെ. ഇതേപോലെ ആ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ട് അവനങ്ങനെ പിടിച്ച് കരയിലേക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു ഫിഷിങ് ചെയ്ത ഒരാൾക്ക് അത് മനസ്സിലാവും. ആ വീഡിയോ കണ്ട ആ ഒരു ഫീൽ അയാൾക്ക് ആ വീഡിയോ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അത് ഞങ്ങളോട് ചെയ്യുന്നൊരു സപ്പോർട്ടാണ്.